നമ്മളിന്ന് നിൽക്കുന്ന ലോകം, സിനിമാ ലോകം നിൽക്കുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ട് ലാലേട്ടനെ വെച്ച് ചെയ്യണോ, മമ്മൂക്കാനെ വെച്ച് ചെയ്യണോ, ഏത് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷത്തിൻ്റെ ഒരു പടമായിട്ട് വരുന്നത്. അപ്പം ഇത് സിനിമയുടെ ആ നിലവാരത്തിലേക്ക് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സന്തോഷ് ഈ 5 തന്നെ നിൽക്കുകയാണ്. നിലവാരം കൂട്ടേണ്ട സ്ഥലത്ത് ഒരു സിനിമ ആസ്വാദകൻ, ഒരു കലയെ പ്രേമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ 5 അത് 10 നോക്കണം. കാരണം സാറ് പൈസ മുടക്കുമെങ്കിൽ എനിക്ക് നിർമ്മാതാവിനെ കിട്ടിച്ച് ഇപ്പൊ സാറ് പറയാം ഞാൻ പൈസ മുടക്കാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. സാർ റെഡിയാണോ? കറക്റ്റ്. അത് സഹായിക്കാൻ കഴിയത്തൊരു സഹതപിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ. സഹതാപ് ഒന്നിനും ഉത്തരമല്ലല്ലോ. എന്നോട് പറയാം നിങ്ങൾക്ക് 100 കോടീനെ പടം എടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു സാറെന്നല്ല ഞാൻ പറയുന്നത്. ഈ പരിപാടി കാണുന്ന ഏതെങ്കിലും ഒരാൾ പറയാണ് ഞാൻ പൈസ മുടക്കുക, എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതെന്താണെന്നറിയോ സന്തോഷ്, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല, ഞാൻ വളരെ ബ്ലണ്ടായിട്ടാണ് പറയുന്നത്. നമ്മളിന്നിപ്പം ഈ പിള്ളേരടക്കം സിനിമ കാണുന്ന സമയത്ത് ഇവന്മാർ ഈ യൂട്യൂബിലും മറ്റ് ഇൻ്റർനാഷണൽ പടങ്ങളും കണ്ടിട്ട് ഇവരുടെ ബ്രെയിൻ സെറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് ഒരു കളിയാക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. കാരണം ഇതിന് ഞാൻ തുറന്ന് പറയാം. അപ്പം സന്തോഷിൻ്റെ ആദ്യത്തെ പടം കൃഷ്ണൻ രാധയില്ലേ, ആ സിനിമ ഭയങ്കര ഓളം ഉണ്ടാക്കി. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംസാര വിഷയമായി. ആരാണ് ഈ സന്തോഷ് പണ്ഡിറ്റ്? സന്തോഷ് പണ്ഡിറ്റ് ഒരു പടം ചെയ്യുന്നു. MG റോഡിലൊരു തിയേറ്ററിലായിരുന്നു ആ പടം ഉണ്ടായത്, ഓർമ്മയില്ലേ? സന്തോഷ് പടം തിയേറ്ററിൽ റിലീസായിരിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അന്ന് വിശ്വസിക്കില്ല. എൻ്റെ കൂടെ വേറൊരാളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് വണ്ടി എടുത്ത് തന്നെ എന്ത് പറ്റിയടാ, ഇല്ല വണ്ടി എടുത്ത് എനിക്കൊരു ഒരു സംഭവം അറിയാനുണ്ട്. അപ്പം പടം വിട്ടിട്ട് ആളുകൾ വരികയാണ്. ഈ വരുന്നവർ മുഴുവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവൻ പോയിട്ട് ചോദിച്ചിട്ട് അവൻ തിരിച്ചു വന്ന് വണ്ടിയിലെത്തിട്ട് എനിക്ക് അവൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണ് അവൻ സംസാരിച്ചത്. ആ ചെറുക്കം പറഞ്ഞതെന്ന് പറയാം, എനിക്ക് ഈ പടം കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ ആരൊക്കെ തെറിവിളിക്കണമൊക്കെ ഞാൻ തെറിവിളിച്ച് തിയേറ്ററിൽ എൻ്റെ കൂടെ ഇരുന്നൊരു വേറെയുള്ള ആൾക്കാർ തെറിവിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് പല ഫ്രസ്ട്രേഷനും. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഞാൻ ടിക്കറ്റ് കൊടുത്ത് അവിടെ കയറി എന്നിട്ട് ഇത് ചെയ്തു. അപ്പോൾ അത് സന്തോഷം അറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയും ആളുകൾ കുറച്ചെണ്ണം ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സിനിമയ്ക്ക് പോയത്? സാറേ ഞാൻ വേറെ പല പ്രശ്നമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു. അപ്പം ഞാൻ ഈ സിനിമ കണ്ടിട്ട് സന്തോഷിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടാൽ എനിക്ക് കുറച്ച് ചിരിക്കാനും ഉണ്ടാവും, കുറച്ചെണ്ണത്തിനെ തെറിവിളിക്കാനൊക്കെ. ഞാൻ തിയേറ്ററിൽ നിന്ന് തെറിവിളിച്ചാൽ ആരും എന്നെ പറയില്ല. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത് സന്തോഷിനെ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട എൻ്റെ മനസ്സുകൊണ്ട്. ഞാൻ എൻ്റെ പുതിയ സിനിമ കണ്ടിരുന്നു ഇപ്പോഴത്തെ ഉരുക്ക് സതീശ് ഞാൻ കണ്ടത്. മറ്റേ അത് ഞാൻ അതിന്റെ ഓഡിയൻസ് എന്താണ് പറഞ്ഞത്? അതിന്റെ ഓഡിയൻസിനെ കുറിച്ച് അവരൊന്നും എനിക്കൊന്നും അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല പറഞ്ഞിട്ടില്ല. എല്ലാ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സന്തോഷം വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ സിനിമയ്ക്കൊരു നിലവാരം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു യാഡ് സ്റ്റിക്കും ഇല്ല. എനിക്ക് തോന്നുന്ന സിനിമ സന്തോഷം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, സന്തോഷിന് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും സന്തോഷം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം.